എല്ലാവർക്കും നമസ്കാരം. കേതുർദശ ഗ്രഹങ്ങൾക്ക് ഇന്ന രാശി ബലമുള്ളതും ചില രാശികൾ ബലമില്ലാത്തതുമാണ് എന്ന് ജ്യോതിശാസ്ത്രപ്രകാരം നിയമമുണ്ട്. അതിൽ ബലവാനായ കേതുവിൻ്റെ ദശയിൽ അല്ലെങ്കിൽ കേതുവിന് ബലമുള്ള രാശിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ആ ജാതകന് കേതുവിൻ്റെ ദശ വരികയാണെങ്കിൽ ക്രൂരകർമ്മത്താൽ ധനലാഭം, ചതിയും വഞ്ചനയൊക്കെ അതിൻ്റെ അകത്ത് പെടാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ചെറിയ ചതികളും വഞ്ചനകളൊക്കെ പെടാം. മ്ലേച്ഛന്മാരായ രാജാക്കന്മാരിൽ നിന്നും ധനലാഭം, അത് പാണ്ഡവന്മാരും കൗരവന്മാരും എന്നുണ്ട്. അപ്പോൾ കൗരവന്മാരെ രാജാവായിട്ട് ചിന്തിക്കാൻ, രണ്ടുപേരും രാജഗണത്തിൽ പെടുന്നു. അതുപോലെ തന്നെ ശിഖണ്ഡിയും രാജാവാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ, അതുപോലെ തന്നെ രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജഭരണകാലമല്ല, നമ്മുടെ സീനിയർ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇത്യാദികളൊക്കെ അതിൻ്റെ അകത്ത് പെടാം. അപ്പോൾ അവിടെ നിന്നൊക്കെ ധനലാഭങ്ങൾ, ശത്രുഹാനി എന്നിവ കൈവരും. അനിഷ്ടഫലദാതാവായ കേതുവിൻ്റെ ദശയിൽ ആ കേതു ഇഷ്ടമില്ലാത്ത രാശിയിലാണെങ്കിൽ പലതരം കഷ്ടങ്ങൾ, അതുപോലെ തന്നെ ഹൃദ്രോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയും, ശൂലരോഗം, അതുപോലെ ശരീരം മെലിയുക തത്തുല്യമായതൊക്കെ, അസ്ഥി സംബന്ധമായ വിഷയങ്ങൾ, അസ്ഥി ഒടിയുക അല്ലെങ്കിൽ അസ്ഥി രോഗങ്ങൾ ഇത്യാദികളും, ജ്വരം, അനർദ്ധകർമ്മങ്ങൾ, ദേശാന്തര പ്രാപ്തി, സ്വന്തം നാട് വിട്ട് മറ്റ് നാടുകളിൽ പോവുക, അത് നാണക്കേട് നിമിത്തമോ നല്ല കാര്യങ്ങൾ കാണാൻ ചിന്തിക്കേണ്ട, തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സദാസമയവും ദീനത, അതായത് ദൈന്യം പറയുക, പഞ്ഞം പാടുക എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കുക. അതിനെ എപ്പോഴും ഇല്ല 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 എന്ന് പറയുക, അല്ലെ തോന്നലുണ്ടാകുക. അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യം, നല്ല രീതിക്ക് നമ്മൾ നല്ലപോലെ പ്രവർത്തിച്ച് വന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ ബുദ്ധിമാന്ദ്യം സംഭവിക്കും. ഒന്നും ഓർക്കാതെ വരിക, ശരീര സന്താപം, ശരീരത്തിനൊക്കെ ക്ലേശങ്ങൾ, പാപപ്രവൃത്തികൾ ചെയ്യാൻ തൽപരനാകുക, ചതിയും വഞ്ചനയൊക്കെ അതിൻ്റെ അകത്ത് പെടും. അല്പമായ സുഖം, എത്ര കഷ്ടപ്പെട്ടാലും കുറച്ച് സുഖങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഒരാളുടെ ജാതകത്തിൽ കേതുവിന് ശുഭ യോഗമുണ്ടെങ്കിൽ, ശുഭഗ്രഹങ്ങളുടെ യോഗമുണ്ടെങ്കിൽ ആ ദശയിൽ ശുഭത്തെയും, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് ഉള്ളതെങ്കിൽ ധനസമൃദ്ധിയെയും നൽകും. ജാതകം നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ ഇത്യാദി കാര്യങ്ങൾ. ജാതകം നോക്കണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതായിരിക്കും. പാപയോഗമുള്ള കേതുവിൻ്റെ ദശയിൽ വ്യസനം, ധനനാശം, രോഗം, ദുഷ്ടന്മാരിൽ നിന്ന് ഭയം എന്നിവയ്ക്കും കാരണമുണ്ടാകും. കേതുദശയിൽ ആദ്യം ഗുരുജനങ്ങൾ മൂലം ദുഃഖവും, 7 വർഷത്തേക്കാണ് കേതുദശ. അതിൽ ആദ്യത്തെ കുറച്ച് നാളുകൾ ഒരു ഉദ്ദേശം ചിന്തിച്ചാൽ 2 വർഷം എന്ന് ചിന്തിച്ചാൽ ഗുരുജനങ്ങൾ മൂലം ദുഃഖം, അതായത് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ എക്സാമിൽ തോക്കുക ഇത്യാദികളൊക്കെ അതിൻ്റെ അത് ചിന്തിക്കാം. മധ്യത്തിൽ ധനപ്രാപ്തിയും ഒടുവിൽ സുഖവും, ഇങ്ങനെ വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി. കേതുദശയിൽ ആദ്യത്തെ 4 മാസം 27 ദിവസം കേതുവിൻ്റെ അപഹാര സമയമാണ്. ശത്രുക്കൾ മാത്രമല്ല ബന്ധുക്കളും വിരോധികളാകുന്ന സമയം. കുടുംബസൗഖ്യം നാമമാത്രമായിരിക്കും. അതികഠിനമായ അവസ്ഥയാണെന്ന് ചിന്തിക്കാം. ധനനഷ്ടം ഭവിക്കും, വിഷഭയമുണ്ടാകും, അതായത് വിഷം കഴിക്കാൻ തോന്നുക, അല്ലെങ്കിൽ സർപ്പദംശനമേൽക്കുക ഇത്യാദികൾ. അതുപോലെ അന്യഭവനവാസം, വാടകയ്ക്ക് വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. കഷ്ടാനുഭവങ്ങൾ തുടങ്ങിയ ഫലങ്ങളും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേതു ബലവാനും ശുഭഭാവസ്ഥിതനുമാണെങ്കിൽ ധനധാന്യ പുഷ്ടിയും രാജബഹുമതിയും ആത്മീയ ഉന്നതിയും വലുതായ അധികാരവും തീർത്ഥാടന യോഗവും ഒക്കെ ഉണ്ടാകും. അതിനുശേഷം വരുന്നത് 1 വർഷവും 2 മാസത്തേക്ക് ശുക്രാപഹാരമാണ്. വിവാഹം നടക്കും. വിവാഹം മുടങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വിവാഹസിദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ മംഗളകാര്യസിദ്ധി, സ്ത്രീ പ്രജാലാഭം, സംരംഭങ്ങളിൽ വിജയം, ലക്ഷ്മീവിലാസം,
വാഹനഗുണം, വിശേഷ വസ്ത്രലാഭം ഇവയൊക്കെ ഫലമാണ്. ശുക്രൻ അനിഷ്ടഫലദാതാവാണെങ്കിൽ അബോർഷൻ സംഭവിക്കും, ഭാര്യയ്ക്കും മക്കൾക്കും ദുരിതം അനുഭവിക്കും, ജ്വരം, അതിസാരം തുടങ്ങിയ രോഗങ്ങളും ഉണ്ടാകും, ബന്ധുനാശം, ബന്ധുക്കളോട് കലഹം ഇത്യാദികളൊക്കെ അനുഭവപ്പെടാം. അതിനുശേഷം വരുന്നത് 4 മാസം 6 ദിവസത്തേക്ക് സൂര്യൻ്റെ അപഹാരമാണ്. സൂര്യൻ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ അധികാരികളുടെ വിരോധം, ആലസ്യം, അന്യദേശത്ത് പോയി കഷ്ടമനുഭവിക്കൽ, ഗുരുജനങ്ങൾക്ക് രോഗദുരിതാദികൾ ഒക്കെ ഫലമാകുന്നു. ആദിത്യൻ ബലവാനാണെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കും, രാഷ്ട്രീയ വിജയവും ഉണ്ടാകും, ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകും, കർമ്മഭാവത്തിന് അതായത് ജോലി സ്ഥലത്തൊക്കെ പുഷ്ടിയും ഉണ്ടാകും. അതിനുശേഷം 7 മാസത്തേക്ക് ചന്ദ്രൻ്റെ അപഹാരമാണ് വരുന്നത്. പ്രായേണ ദോഷകാലമായിരിക്കും. കൃഷി, കച്ചവടം ഇവയ്ക്കൊക്കെ നാശം, സൽപ്പേരിന് കളങ്കം, ഭാര്യയ്ക്കും മക്കൾക്കും രോഗം, മനസ്സിന് സന്തോഷമില്ലായ്മ തുടങ്ങിയൊക്കെ അനുഭവപ്പെടും. വളരെ ധനം എളുപ്പം കൈവശം വന്നു ചേരും, അതേ വേഗത്തിൽ തന്നെ നശിച്ചും പോകും. ഈ ഫലം ചന്ദ്രൻ അനിഷ്ടഫലദാതാവാണെങ്കിൽ മാത്രമാണ് സംഭവിക്കുക. ചന്ദ്രൻ ശുഭഭാവത്തിൽ പക്ഷബലവാനായിരുന്നാൽ ഉത്സാഹവും മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ സംഭവിക്കും. വസ്ത്രാഭരണാദികളുടെയൊക്കെ ലാഭവും വലിയ സുഖങ്ങളും അനുഭവിക്കും. ഇനി വരുന്നത് 4 മാസവും 27 ദിവസത്തേക്കും ചൊവ്വയുടെ അപഹാരമാണ്. അതായത് പാപഗ്രഹത്തിൻ്റെ അപഹാരമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ചൊവ്വ അനിഷ്ടഫലദാതാവാണെങ്കിൽ ശസ്ത്രക്രിയ, ബന്ധുനാശം, സഹോദര സ്ഥാനത്തുള്ളവരോട് കലഹം, കളത്രപുത്ര പീഡയും മരണഭീതിയും അഗ്നി ആയുധം, കള്ളന്മാർ ഇവ കൊണ്ടുള്ള ഭയവും, ഭൂമി സംബന്ധമായ വ്യവഹാരവും, അതായത് ഭൂമി നഷ്ടപ്പെട്ടു പോകാം എന്നുവരെ സംഭവിക്കും. ചൊവ്വ ശുഭഫലവാനാണെങ്കിൽ ബന്ധുലാഭം, ഭൂമിയിൽ നിന്ന് ആദായം, ഗൃഹലാഭം, അധികാരികളുടെ ആദരവ് ഒക്കെ സിദ്ധിക്കും. അതിനുശേഷം വരുന്നത് 1 വർഷം 18 ദിവസത്തേക്ക് രാഹുവിൻ്റെ അപഹാരമാണ്. പ്രായണ രാഹു അപഹാരവും ദോഷഫലമായി കൂടിയിരിക്കും. ദുഷ്ടന്മാരുമായി വാഗ്വാദം, ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യേണ്ടി വരിക, രാജകോപം, സർപ്പഭയം, ത്വഗ്രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അകാരണമായ സ്ഥലം മാറ്റമോ ജോലി നഷ്ടമോ തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടാം ഈ രാഹു ദുർബലനാണെങ്കിൽ. ഇനി ബലവാനാണെങ്കിൽ കന്നുകാലികളുടെ ലാഭം ഉണ്ടാകും. ഇത്യാദി പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് നല്ല കാലമാണെന്ന് സാരം. പതിത ജനങ്ങളിൽ നിന്നും സുഖാനുഭവം, ഭൂമി ലാഭം, പ്രാരബ്ധാനുഭവം എന്നിവയും ഉണ്ടാകും. അപഹാരത്തിൻ്റെ തുടക്കത്തിൽ ക്ലേശവും മധ്യത്തിലും ഒടുവിലും സുഖം സിദ്ധിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ സർപ്പപൂജകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനുള്ളതായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകും എന്ന് സാരം. ഇനി 11 മാസം 6 ദിവസത്തേക്ക് വ്യാഴ അപഹാരമാണ് വരുന്നത്. ദേവബ്രാഹ്മണാദികളുടെ അനുഗ്രഹവും രാജപ്രീതിയും ആരോഗ്യപുഷ്ടിയും സന്താനലാഭവും ലാഭകരമായ ഇടപാടുകളും സമൂഹത്തിൻ്റെ ആദരവും സദ്കീർത്തി ഇവയൊക്കെ ഉണ്ടാകും വ്യാഴം ഇഷ്ടസ്ഥാനത്താണെങ്കിൽ. ഇനി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഭാര്യാപുത്രാദികളോട് വേർപാടും സ്ഥാനഭ്രംശവും അപമൃത്യോ അല്ലെങ്കിൽ മൃത്യുഭയമോ അല്ലെങ്കിൽ അപകടം ഒക്കെ മുഖാമുഖം കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ഈശ്വരാധീനക്കുറവും അനുഭവപ്പെടും. അതിനുശേഷമാണ് 1 വർഷം 1 മാസം 9 ദിവസത്തേക്ക് ശനി അപഹാരം. കേതുദശയിൽ ശനി അപഹാരം വലിയൊരു പീഡയാണ്. പ്രത്യേകിച്ച് ശനി അനിഷ്ടപ്രദനാണെങ്കിൽ സ്വദേശപരിത്യാഗം, സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം, മനസ്താപം, ഭൃത്യനാശം, അംഗവൈകല്യം, സ്ഥാനഭ്രംശം, വലുതായ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കും. ബന്ധനം, അതായത് ജയിൽവാസമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാം. ഈ ശനി ബലവാനാണെങ്കിൽ കലഹങ്ങളിലും മത്സരങ്ങളിലൊക്കെ വിജയം, കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. എള്ള്, തിന, ഉഴുന്ന്, ചാമ തുടങ്ങിയ ധാന്യങ്ങളുടെ സമൃദ്ധി, അതായത് കൃഷിക്കാർക്കൊക്കെ നല്ല കാലമാണെന്ന് സാരം. വൃദ്ധജനങ്ങളുടെ ആശീർവാദം, കാരണവന്മാരുടെക്കൊക്കെ നല്ല കാലങ്ങളായിരിക്കും എന്നും സാരം. സ്വദേശത്ത് സുഖാനുഭൂതി ഇവ ഫലമാകുന്നു. അതിനുശേഷം 11 മാസം 27 ദിവസത്തേക്ക് ബുധൻ്റെ അപഹാരമാണ് വരുന്നത്. വിദ്യാലാഭം, വിവാഹസിദ്ധിയും പുത്രലബ്ധിയും, വീട്ടിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുകയും വസ്ത്ര ആഭരണാദികളുടെയൊക്കെ ലാഭമാണ്. ബുധൻ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ഫലം. ബുധൻ അനിഷ്ടപ്രദനാണെങ്കിൽ വിദ്യാതടസ്സം, സംരംഭങ്ങൾക്ക് പരാജയപ്പെടുക, രാജകാര്യങ്ങൾ നിഷ്പ്രയോജനമാകുക, കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തോക്കും, വിഷാദ രോഗത്തിൽ അടിവപ്പെടുക,
വാഗ്വാദങ്ങളിൽ പരാജയം തുടങ്ങിയവയൊക്കെയാണ് ഫലം. കേതുദശയിൽ അവസാന അപഹാരമാണ് ബുധാപഹാരം. ഇതോടുകൂടി കേതുദശ പൂർണ്ണമാകുന്നു. ജാതകവും മറ്റുള്ള കാര്യങ്ങളോ നോക്കാനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ദോഷാപഹാര കാലങ്ങളിൽ വഴിപാട് നടത്തിയാൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.